നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അതിർത്തിയിൽ അശാന്തി. കാശ്മീരിലെ പാംപൂരിൽ CRPF വാഹനവ്യൂഹത്തിനു നേരെ തീവ്രവാദി ആക്രമണം. 5 സൈനികർ കൊല്ലപ്പെട്ടു, 20 ജവാന്മാർക്ക് പരിക്ക്. ഏറ്റുമുട്ടലിനൊടുവിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ആയുധ പരിശീലനം കഴിഞ്ഞു മടങ്ങിയ CRPF സംഘത്തിനു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാക് ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബ. പ്രതികൾ റിമാൻഡിൽ. നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ 3 വിദ്യാർത്ഥിനികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. കൊല്ലം സ്വദേശി ലക്ഷ്മിയും ഇടുക്കിയിലെ ആതിരയും ഗുൽബർഗ സെൻട്രൽ ജയിലിൽ. 3-ാം പ്രതി കൃഷ്ണപ്രിയ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ. 4-ാം പ്രതി ശില്പയ്ക്കായി അന്വേഷണ സംഘം തിരച്ചിലിൽ. പിടിയിലായ 3 പ്രതികളും ഇന്നലെ നാട്ടിൽ നിന്ന് ഗുൽബർഗയിലെത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. സീനിയർ വിദ്യാർത്ഥിനികളായ 3 അറസ്റ്റ് റാഗിങ്ങിനിരയായ കോഴിക്കോട് സ്വദേശിനി അശ്വതിക്കൊപ്പം താമസിച്ചിരുന്ന ശാലിനിയുടെ മൊഴി ആധാരമാക്കി. അതിനിടെ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കോളേജിൽ വെച്ച് പെൺകുട്ടി 2 തവണ റാഗിങ്ങിനിരയായി. മുറിയിലെത്തി ടോയ്ലറ്റ് ക്ലീനർ വായിലൊഴിച്ചത് 2 പേർ ചേർന്നെന്നും വിശദീകരണം. വിഷയത്തിൽ അന്വേഷണം കാര്യക്ഷമമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നിയമപരമായതെല്ലാം പോലീസ് ചെയ്യുമെന്നും പ്രതികരണം. അഴിമതിക്ക് വിലങ്ങിടാൻ. അഴിമതിക്കാർക്ക് നേരെ വടിയെടുത്ത് മുഖ്യമന്ത്രി. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. ആദ്യ ഉപദേശത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത്തരക്കാരെ രക്ഷിക്കാൻ നിൽക്കരുതെന്നും പിണറായി. മുഖ്യന്റെ പ്രസ്താവന തിരുവനന്തപുരത്ത് NGO യൂണിയൻ സംഘടിപ്പിച്ച ശില്പശാലയിൽ. പുതിയ കേരള മോഡലിനായി അഴിമതിരഹിത സിവിൽ സർവീസും ഭരണ പുനഃക്രമീകരണവും വേണം. ഇത് പ്രാവർത്തികമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കഴിയൂ. ഇതിനായി സർവീസ് സംഘടനകളുടെ യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി. 10-ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ സർക്കാരിന് അംഗീകരിക്കാനാകില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. സേവനങ്ങൾ കാലതാമസം വരുത്താതെ ജനങ്ങളിൽ എത്തിക്കണമെന്നും പിണറായി വിജയൻ. അന്വേഷണം തുടരും. ജിഷ കൊലക്കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കുറ്റപത്രം സമർപ്പിക്കേണ്ട ഘട്ടം എത്തിയിട്ടില്ല. ഇതിനു മുമ്പ് വസ്തുതകൾ മാധ്യമങ്ങളെ അറിയിക്കും. പ്രതിയുടെ ചിത്രം പ്രചരിപ്പിച്ചത് അന്വേഷണ നടപടികൾക്ക് തിരിച്ചടിയായി. പോലീസിന് വീഴ്ച പറ്റിയോ എന്നത് സംബന്ധിച്ച് പിന്നീട് പരിശോധിക്കുമെന്നും ബെഹ്റ. കൊലയാളി അമീറുൽ ഇസ്ലാമിനെ നാളെ മുതൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ തീരുമാനം. ജിഷയുടെ വീട്ടിലും കാഞ്ചീപുരത്തും ആവശ്യമെങ്കിൽ അസമിലും തെളിവെടുപ്പ് നടത്തും. അമീർ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ ഉൾപ്പെടെ പ്രതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞത് 3 പേർ. സുഹൃത്ത് അനാറിനായും തിരച്ചിൽ. അതിനിടെ കൊലപാതകത്തിൽ കൂട്ടുപ്രതിയുടെ സാധ്യത തള്ളി അന്വേഷണ സംഘം. കൃത്യം നിർവഹിച്ചത് അമീറുൽ ഇസ്ലാം തനിച്ചെന്ന് നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്ന് 2ാമത് ലഭിച്ച വിരലടയാളം സംഭവസ്ഥലത്തെത്തിയ മറ്റാരുടേതെങ്കിലും ആകാമെന്നും പോലീസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2820 രൂപ. പവൻ 22,560 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.